ഇത് ഞാൻ പുതിയ ഷോപ്പിൽ നിന്നിട്ടുള്ളതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊന്നും ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് വന്നത്. ഷോപ്പ് നമ്മൾ ശരിക്കും റണ്ണിങ് ആയിട്ടില്ല. ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. പക്ഷേ സെയിൽ നടക്കുന്നുണ്ട്. ആൾക്കാർ വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ വേഗം വീടിൻ്റെ അടുത്തായത് കൊണ്ടിട്ട് ഓടി വന്ന് ഞാൻ എടുത്ത് കൊടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റിങ്, പിന്നെ നമുക്ക് ഷട്ടറൊക്കെ എല്ലാം ഒന്ന് കുറച്ച് പണിയുണ്ട് ഇതിൻ്റെത്. അപ്പം ചിങ്ങം ഒന്ന് തുടങ്ങിയിട്ട് നല്ല രീതിയിൽ നമുക്ക് ഇത് ചെയ്യാനായിട്ടാണ് നമ്മൾ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നമുക്ക് പഴയ കസ്റ്റമേഴ്സ് തന്നെ നമുക്ക് അവരുടെ റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. നമ്മൾ അവിടെ നിന്ന് പോകുന്നെന്നും പറഞ്ഞുകൊണ്ട് ഒരാളും നമ്മളെ ഉപേക്ഷിച്ചിട്ടില്ല കേട്ടോ. പിന്നെ കൊറിയർ പറയുന്ന ആൾക്കാരും ഒക്കെ നമ്മളോട് വിളിച്ച് പറയുന്നുണ്ട്. അപ്പം ഞാനിവിടെ വന്ന് സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ നാട്ടുകാരെപ്പോഴും ചോദിക്കും, ഞാനിവിടെ ഷട്ടർ തുറക്കുമ്പോൾ എന്നോട് ചോദിക്കും എന്താണിത് എല്ലാ ദിവസവും തുറക്കാത്തത് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ സൗമ്യ നിഷ ഇവിടെയുണ്ട് ഞാൻ ഷോപ്പ് ഇട്ടേക്കണത്. ഉണ്ടാകും, ഇനി ഇവിടെ വന്ന് വാങ്ങിച്ചാൽ മതി കേട്ടാ. ഓക്കെ, താങ്ക് യുടാ, താങ്ക് യു. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ കസ്റ്റമർ. ഇതും എൻ്റെ ഒരു കസ്റ്റമറാണ്. അപ്പം ഇവരൊക്കെ നമുക്ക് തരുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ, പറഞ്ഞത് എന്താണ്, ഇനി പേടിക്കണ്ട കേട്ടോ, ഞങ്ങളിനി ഇവിടെ വന്ന് വാങ്ങിച്ചോളാം കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ ഇവർക്ക് വിളിച്ചാൽ കിട്ടത്തില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടൊക്കെ താമസിച്ചാലും അവരൊക്കെ ഇവിടെ വന്ന് വാങ്ങിക്കും കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ നാട്ടുകാർ. ഇതാണ് അവിടുത്തെ അവരുടെ അമ്മയാണ് കേട്ടോ എൻ്റെ കയ്യിൽ നിന്നൊക്കെ എപ്പോഴും ഓയിൽ വാങ്ങിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ, ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് എൻ്റെ, ഇതൊക്കെ തന്നെയാണ് എൻ്റെ സന്തോഷം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും ദൈവത്തിന് നന്ദി പറയുന്നത്. ഒരു ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ സാധാരണയായ ഒരു വീട്ടമ്മയായി എനിക്ക് ഇവിടം വരെ എത്താൻ പറ്റിയിരിക്കുന്നത്. ഇനിയും എനിക്ക് മുന്നോട്ട് തന്നെ പോകണം എന്ന് തന്നെയാണ് കേട്ടോ എനിക്ക് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിന് എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പലപ്പോഴും ഞാൻ തളർന്നു പോകാറുണ്ട്, മനസ്സിൻ്റെ ധൈര്യം കൈവിട്ട് പോകാറുണ്ട്. ഇങ്ങനെയൊക്കെ ഞാൻ സ്ട്രോങ് ആയിട്ട് സംസാരിച്ചാലും ചിലപ്പോഴൊക്കെ നമുക്ക് ജീവിതമല്ലേ, നമ്മൾ ചിലപ്പോഴൊക്കെ എവിടേക്കോ തളർന്നു പോകും കേട്ടോ. പക്ഷേ അടുത്ത നിമിഷം ഞാൻ അതിൻ്റെ ഇരട്ടി ശക്തിയോടുകൂടി ഞാൻ ഉണർന്നെഴുന്നേക്കാറുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ എൻ്റെ മനസ്സൊന്ന് വിഷമിച്ച് കഴിയുമ്പോൾ തന്നെ ആയിരിക്കുമല്ലോ എവിടെന്നെങ്കിലൊക്കെ ഓർഡർ ഇല്ലാത്തതിൻ്റെ വിഷമമല്ല കേട്ടോ. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മൾ തളർന്നു പോകും, ജീവിതമല്ലേ, മനുഷ്യനല്ലേ. അപ്പോൾ അതൊക്കെയാണ്. പക്ഷേ ഇതൊക്കെ തന്നെയാണ് എൻ്റെ സന്തോഷങ്ങൾ. ഇപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ സന്തോഷങ്ങൾ. മരട് നെട്ടൂരിൽ നിന്ന് മൂകാംബിക കാച്ചിയെണ്ണയുടെ വിശേഷങ്ങൾ. ഓക്കെ.